ഹായ് ഫ്രണ്ട്സ്, ദേവദേവ്സ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ചട്ടി ചൂടാകാൻ വെച്ച് ചൂടായി കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അല്പം ഉലുവ ഇടാം. അപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാൻ സവോളയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. എന്ന് നമ്മൾ കൊച്ചുള്ളിയാണല്ലോ എടുക്കുന്നത്. ഇന്ന് ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞ് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ബാച്ചിലറായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു മീൻ കറി അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലെടുത്ത് സവോള എടുത്തു. ബാച്ചിലറാകുമ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ കൊച്ചുള്ളിയൊക്കെ എടുക്കാനായിട്ട് ഇച്ചിരി താമസമാണല്ലോ, മടിയുമാണ്. അപ്പം വിചാരിച്ചു ഒന്ന് സവോള ഇട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില ഇട്ടു. ഇതിൻ്റെ തക്കാളി ഇത് നമ്മൾ ഇവിടെ നിന്ന് പറിച്ച തക്കാളിയാണ് കേട്ടോ. ഞങ്ങളുടെ തക്കാളി പഴുത്തായിരുന്നു. അപ്പോൾ അത് 2 എടുത്ത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. കുനുകുനെ അരിഞ്ഞിട്ടില്ല, നീളത്തിൽ തന്നെ, പക്ഷേ കനം കുറച്ച്. അപ്പോൾ അതൊരു ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. വഴന്ന് വന്നതിനകത്തോട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. എരിവ് വേണ്ടവർക്കും മറ്റേ മുളക് പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു 3 സ്പൂണ് മുളക് പൊടി ഇടുവാണ്. ഞാൻ ഇതിന് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അതാണ് മെയിനായിട്ട് തക്കാളി ചേർത്തത്. കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് സാധാരണ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുമ്പോഴാണ് കറിക്ക് കൊഴുപ്പ് കിട്ടുന്നത്. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ഈ ഗ്രേവി ആക്കാനായിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുന്നത് നമ്മൾ അധികം ചാറ് വേണ്ട, കുറച്ച് അതിൻ്റെ ആവശ്യത്തിന് കണക്കിനുള്ള വെള്ളം നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമ്മളിത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനാണ് ഞാൻ മീൻ ഇടുന്നത്. നമ്മൾ കണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ഞാൻ ചേർത്തില്ലായിരുന്നല്ലോ വഴറ്റിയപ്പോൾ. അപ്പം നമുക്കിതിനകത്തോട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ അല്പം കുടംപുളി ചേർക്കുന്നുണ്ട്. കുടംപുളി നന്നായിട്ട് വെള്ളത്തിൽ വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അത് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കാണിച്ചത് ഞാനൊരു ചെറിയ കഷ്ണം കായമാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് മീൻ കറിക്ക് ചേർക്കുമ്പോൾ. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് എപ്പോഴും നമ്മൾ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ, എന്നാലേ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നമ്മൾ മീൻ കറിക്കകത്ത് ഗ്രേവിക്കകത്തോട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് നന്നായിട്ട് പറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് തുറക്കാം. അപ്പം തന്നെ കണ്ടോ, നന്നായിട്ട് കറി പറ്റിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ചാറ് കുറച്ചിട്ടില്ല. അത്യാവശ്യം നമുക്ക് കറിക്ക് ചോറിനെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിരുന്നുള്ളത്. അപ്പോൾ നോക്കിക്കേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരല്പം പച്ചക്കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് വെക്കുകയാണ്. അത് നല്ല ഫ്ലേവറാണ്. അതിങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്ന് അടച്ചൊരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ആ പച്ച കറിവേപ്പിലയുടെ നല്ല ഒരു സ്മെല്ല് കിട്ടും. നമ്മൾ വഴറ്റിയതിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ ലാസ്റ്റ് ഇച്ചിരി ചേർക്കുന്ന ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. അത് വളരെ എളുപ്പമല്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേഗം എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.